ഓൺലൈൻ രംഗത്ത് തട്ടിപ്പുകൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലായാലും UAE-യിലായാലും തട്ടിപ്പുകൾക്കൊരു പഞ്ഞവുമില്ല. ഇപ്പോഴിതാ UAE-യിൽ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പുതിയ തട്ടിപ്പ് സജീവമായിരിക്കുന്നത്. നിങ്ങളുടെ പാസ്പോർട്ട് GDRFA റദ്ദ് ചെയ്തതായും അതിനാൽ നിങ്ങൾക്ക് UAE വിട്ടു പോകാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഫോണിലേക്ക് എത്തുന്ന മെസ്സേജോടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. ഇത്തരം തട്ടിപ്പ് വ്യാപകമായതോടെ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതർ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുമായി രംഗത്തു വന്നിട്ടുണ്ട്. മെസ്സേജിനോടൊപ്പം നൽകിയിരിക്കുന്ന ലിങ്കിൽ കയറി സ്വകാര്യ വിവരങ്ങൾ നൽകണമെന്നും ഇല്ലെങ്കിൽ 50,000 ദിർഹം ഫൈൻ ലഭിക്കുമെന്നും സന്ദേശത്തിനൊപ്പമുണ്ടാകും. ഇങ്ങനെയാണ് ആ സന്ദേശം. നിങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ഇതോടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് പുറത്തു പോകാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടാകില്ല. നിങ്ങളുടെ വിലാസവും മറ്റു വിവരങ്ങളും ഇതോടൊപ്പം നൽകിയിരിക്കുന്ന ലിങ്കിൽ നൽകൂ. ഇതിന് തയ്യാറാകാത്ത വ്യക്തികൾ 50,000 ദിർഹം പിഴ അടയ്ക്കേണ്ടി വരികയും രാജ്യം വിടുന്നത് വിലക്കുകയും ചെയ്യും. ഇതാണ് സന്ദേശത്തിൽ പറയുന്നത്. എത്യോപ്യ, നൈജീരിയ എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറുകളിൽ നിന്നാണ് ഇത്തരം മെസ്സേജുകൾ വരുന്നത്. തട്ടിപ്പിന് പിന്നിൽ വിവിധ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണെന്നാണ് പറയുന്നത്. ഇത്തരം തട്ടിപ്പുകളിൽ മുന്നറിയിപ്പുമായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് രംഗത്ത് വന്നിട്ടുണ്ട്. അംഗീകൃത ചാനലുകളിലൂടെയോ സ്മാർട്ട് സർവീസ് പ്ലാറ്റ്ഫോമുകളിലൂടെയോ മാത്രമേ GDRF AICP സേവനങ്ങൾ ലഭ്യമാകുകയുള്ളൂവെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. സംശയാസ്പദമായ ടെക്സ്റ്റ് സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുതെന്നും കരുതലോടെ മുന്നോട്ടു പോകണമെന്നും ഞങ്ങൾ എല്ലാ ക്ലയന്റുകളോടും അഭ്യർത്ഥിക്കുന്നു. നിരവധി പേർക്ക് ഇതുമൂലം പണം നഷ്ടപ്പെടുന്നുണ്ട്. അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അപരിചിതർക്ക് ഫോൺ വഴിയോ സന്ദേശങ്ങൾ വഴിയോ സ്വകാര്യ വിവരങ്ങൾ നൽകരുതെന്നും സംശയം തോന്നുന്ന മെയിലുകൾക്ക് ഒരിക്കലും മറുപടി നൽകരുതെന്നും തിരിച്ചറിയാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് എന്നാണ് GDRFA-യുടെ നിർദ്ദേശം. അതേസമയം നിരവധി പ്രതിസന്ധികളിലൂടെ UAE കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഈ പ്രശ്നവും വന്നിരിക്കുന്നത്. UAE-യിലും തൊഴിൽ മേഖലയിൽ വൻ പ്രതിസന്ധികൾ ഉയർന്നു വരുന്നുവെന്നാണ് റിപ്പോർട്ട്. UAE-യിലെ 3-ൽ 2 പേരും, അതായത് 67% ആളുകളും നിലവിലെ ജോലി മാറാൻ ഉദ്ദേശിക്കുകയാണ്. കരിയർ രംഗത്ത് വലിയ പുരോഗതിയും നേട്ടങ്ങളുമില്ലാത്തത്, ശമ്പളത്തിലെ കുറവ്, വർദ്ധിച്ചു വരുന്ന ജീവിത ചിലവ്, മോശം തൊഴിൽ ജീവിത ബാലൻസ്, ആനുകൂല്യങ്ങളുടെ അപര്യാപ്തത, വഴക്കമില്ലാത്ത ജോലികൾ എന്നിവയാണ് നിലവിലെ ജോലി മാറാൻ ഉദ്യോഗാർത്ഥികളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. ആഗോള HR സൊല്യൂഷൻ സ്ഥാപനമായ അഡെയ്കോ പുറത്തിറക്കിയ പുതിയ സർവേ റിപ്പോർട്ടിലാണിത് പറഞ്ഞിരിക്കുന്നത്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 507 പ്രൊഫഷണലുകളിൽ നിന്ന് ശേഖരിച്ച സ്ഥിതി വിവരണ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അഡെയ്കോ UAE-യുടെ വർക്ക് ട്രെൻഡ് റിപ്പോർട്ട് പുറത്തിറക്കിയത്. ടെക്നോളജി, സോഫ്റ്റ്വെയർ സേവന വ്യവസായം, ബാങ്കിംഗ്, കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ്, ലോജിസ്റ്റിക്സ്, റീറ്റെയിൽ, ലക്ഷറി മേഖലകളിലെ മിഡ് സീനിയർ ലെവൽ ഉദ്യോഗാർത്ഥികളാണ് സർവേയിൽ കൂടുതലായും പങ്കെടുത്തത്. വർദ്ധിച്ചുവരുന്ന പ്രവാസി ജനസംഖ്യയടക്കം കണക്കിലെടുത്ത് റിക്രൂട്ട്മെന്റ് തലത്തിലും UAE-യിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.